ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇന്ത്യൻ തീരത്ത് സ്വിക്ക, പാരദ്വീപ് തുറമുഖങ്ങളിൽ കപ്പലുകൾ നങ്കൂരമിട്ടു. 2 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വീതമാണ് ഇറാനിയൻ കപ്പലുകളിൽ ഉള്ളത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, പറയൂ. ആര്യ, നേരത്തെ ഇറാനിൽ നിന്നുള്ള ഒരു ക്രൂഡ് ഓയിൽ കപ്പൽ ഇന്ത്യൻ തീരത്ത് എത്തിയിരുന്നുവെങ്കിലും പിന്നീട് നമ്മളത് ചൈനയിലേക്ക് വഴിതിരിച്ചു വിടുകയും വലിയ ഊഹാപോഹങ്ങൾ അതിന്റെ പേരിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം പേയ്മെന്റ് ഗേറ്റ്വേ ഉൾപ്പെടെ ബാധിച്ചതിനാൽ ഈ കപ്പലുകളിൽ നിന്ന് എണ്ണ വാങ്ങാൻ സാധിക്കില്ല എന്ന ഒരു ആശങ്ക രാജ്യത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കേന്ദ്ര സർക്കാർ ഇത് തിരുത്തി. കാരണം ഇന്ത്യക്ക് അങ്ങനെ പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. ഇപ്പോൾ 2 കപ്പലുകൾ കൂടി ഇന്ത്യൻ തീരത്തേക്ക് എത്തിയിട്ടുണ്ട്. 2 ഇറാനിയൻ കപ്പലുകളിലും ഉള്ളത് ഓരോ കപ്പലിലും 2 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വീതമാണ്. ഈ 2 കപ്പലുകളും ഇപ്പോഴുള്ളത് ഇന്ത്യൻ തുറമുഖങ്ങളിലാണ്. സിക്ക തുറമുഖത്താണ് ഒരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് സാധാരണയായി ക്രൂഡ് ഓയിൽ, ഇതുവഴിയുള്ള ക്രൂഡ് ഓയിൽ വാങ്ങാറുള്ളത് ഭാരത് പെട്രോളിയവും അതോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസുമാണ്. എന്നാൽ ഈ എണ്ണ റിലയൻസോ അല്ലെങ്കിൽ ഭാരത് പെട്രോളിയമോ വാങ്ങുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. അത് കൂടാതെ പാരാദ്വീപിന്റെ തീരത്തും ഒരു ഇറാനിയൻ എണ്ണയുമായി എത്തിയ കപ്പൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ഈ കപ്പലിലും 2 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ്. എന്തായാലും ഇന്ത്യയിൽ ആരാണ് ഇത് വാങ്ങാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. പക്ഷേ 2019 ശേഷം, കൃത്യമായി പറഞ്ഞാൽ 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഇറാനിയൻ എണ്ണ വാങ്ങാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് ഇത് നൽകുന്നത്. ശരി.